Hello, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഗാർമെൻറ്റ് സ്റ്റീമർ അൺബോക്സ് ചെയ്യുന്നതും അതിൻ്റെ ഒരു കുഞ്ഞു ഡെമോ ആണ് കാണിക്കുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വിചാരിക്കുകയായിരുന്നു ഒരു ഗാർമെൻറ്റ് സ്റ്റീമർ മേടിക്കണമെന്ന്, കാരണം നമ്മുടെ അയണിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് എന്താ പറയുക ടൈം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ വാങ്ങിയൊരു സ്റ്റീമറാണിത്. അപ്പോൾ അതിൻ്റെ കോമ്പണൻറ്റ്സാണ് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഹെഡും പിന്നെ ആ ഒരു കുറേ കണക്ട് ചെയ്യുന്ന ആ ഒരു വടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാക്കറ്റിൽ വന്നിട്ട് അതിൻ്റെ ഒരു ബ്രിസിൽസ് ഉള്ളൊരു റിങ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലൗസും. നമ്മൾ ഈ സ്റ്റീമർ യൂസ് ചെയ്യുമ്പം ഈ ഗ്ലൗസ് ഇട്ടിട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചൂട് അത്ര എഫക്റ്റ് ആവില്ല. അപ്പോൾ അതിന് വേണ്ടി ഈ ഇങ്ങനൊരു ഗ്ലൗസും കിട്ടി. പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ടായിരുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ സ്റ്റീമറിൻ്റെ മെയിൻ കോമ്പണൻറ്റ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ബേസ് വരുന്നത്. ഈ ബേസിലാണ് നമ്മുടെ ടെമ്പറേച്ചർ സെറ്റിങ്സും പിന്നെ വാട്ടറിൻ്റെ ടാങ്കും ഒക്കെ ഉള്ളത്. ഈ ഒരു ബ്രിസിൽസ് ഉള്ള ഈ ഒരു റിങ്ങിനെ നമുക്ക് ഈ സ്റ്റീമറിൻ്റെ മേലെ അറ്റാച്ച് ചെയ്യാം. അത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി, വേണമെങ്കിൽ യൂസ് ചെയ്യണ്ട. അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്ത് കിട്ടുന്നുണ്ട് നമുക്ക് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റൊക്കെ എത്ര വരും എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് നല്ലോണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മുടെ സ്റ്റീമർ തൂക്കിയിടാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബേസാണ്. ബേസിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ സെറ്റിങ്സും അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് അതിൻ്റെ ഒരു വാട്ടർ ടാങ്കും ഉണ്ട്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.8 ലിറ്റേഴ്സ് ആണ് മാക്സിമം. ഇതും നമുക്ക് ഡിറ്റാച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് വാട്ടർ ഫില്ല് ചെയ്തിട്ട് തിരിച്ച് അതിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ മേലത്തെ ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനൊരു 1.5 ലിറ്റേഴ്സ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നമ്മുടെ ഏറ്റവും കട്ടിയുള്ള ഒരു ഡ്രസ്സ് തന്നെ എടുത്തു. നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡ്രസ്സ് എടുത്തു. അതിൻ്റെ ബ്രിസിൽസ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനങ്ങ് വെച്ച് തേക്കാൻ തുടങ്ങി. ഇത് നല്ല കട്ടിയുള്ളൊരു കോട്ടൺ പിനഫറാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ വർക്കായി കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി പകുതി കഴിയും. അങ്ങനെ കൊണ്ടുപിടിച്ച് സ്റ്റീം ചെയ്തിട്ടും ഇതിൻ്റെ റിങ്കിൾസ് മാറുന്ന യാതൊരു ലക്ഷണവും ഞാൻ കാണുന്നില്ല. അതിപ്പോഴും ചുളിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാനൊന്ന് ടാക്ടിക്സ് മാറ്റി നല്ല ചുളിഞ്ഞ് നിൽക്കുന്ന ഒരു സിൽക്ക് ഷർട്ട് എടുത്തിട്ട് അതിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിൽ ഒന്ന് ശ്രമിച്ചപ്പോഴത്തേക്കും ഒരു മാജിക് പോലെ അതിൽ വർക്കായിട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കട്ടിയുള്ള ഒരു ഡ്രസ്സിൻ്റെ മേലെ ഇത് വർക്ക് ആവണമെങ്കിൽ അത്യാവശ്യം നല്ല സമയം പിടിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ ടെമ്പറേച്ചർ സെറ്റിങ്സ് കറക്റ്റ് വയ്ക്കാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഈ ഷർട്ടിൽ എന്തോ അതിൻ്റെ റിങ്കിൾസൊക്കെ പെട്ടെന്ന് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അത്യാവശ്യം ചുളിവൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മളിവനെ വീണ്ടും തിരിച്ച് പെട്ടിയിലാക്കി പാക്ക് ചെയ്ത് പറഞ്ഞു വിടുകയാണ്. കാരണം കുറച്ചധികം ടൈം കൺസ്യൂം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഈ ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇസ്തിരി പെട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉപയോഗിച്ച ടെമ്പറേച്ചർ സെറ്റിങ്സിൻ്റെ കുഴപ്പമായിരിക്കും. എന്തായാലും ഞങ്ങൾ ഇത് വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും ബാക്ക് ടു നമ്മുടെ നോർമൽ അയണിലേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഗാർമെൻറ്റ് സ്റ്റീമറിൻ്റെ കഥ. നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.